ഹായ് ക്രിയേറ്റേഴ്സ്. ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമായിരുന്നു. അവർ സാധാരണ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം കാണാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്, നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അത് കാണുന്നില്ല. അതുപോലെ പലരും പറയുന്നൊരു കാര്യമാണ്, അവരുടെ വീഡിയോയിൽ ഓരോ വീഡിയോക്കും മോണിറ്റൈസേഷൻ്റെ ആ ഒരു എംബ്ലം ഗ്രീൻ കളറിൽ അതും കണ്ടിരുന്നു, അതും കാണുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ സൗണ്ടിന്റെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അത് പലരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ആ ഒരു ഭാഗം ഓഡിയോ മിസ്സായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ അത് ആദ്യം എന്നോട് തന്നെയാണ് പറയേണ്ടത്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു ഭാഗം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പൊ ഇത് ശരിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻസ് കാണിക്കാത്തത് എന്നുള്ളത്. അപ്പൊ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് YT സ്റ്റുഡിയോ ആപ്പിൽ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. YT സ്റ്റുഡിയോയിൽ പുതിയ നോട്ടീസസ് എന്നുള്ളൊരു ഭാഗം, അവിടെ വ്യത്യസ്ത കളറുകളിൽ നമുക്ക് എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ കാണിക്കും എന്നുള്ളതൊക്കെ. ആ ഒരു അപ്ഡേറ്റ് പ്രകാരം തന്നെയാണ് ഇപ്പോ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം ഒഴിവാക്കിയത്. പകരം നമുക്ക് നോട്ടീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ കാണുമെന്നാണ് യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ളത് നോക്കിയിട്ട് അതിൽ കോപ്പിറൈറ്റ് ക്ലെയിം, വേറെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്തിരുന്നവർ ഇനി ശ്രദ്ധിക്കേണ്ടത് നോട്ടീസസ് എന്നുള്ള ഭാഗമാണ്. അവിടെ റെഡ് കളറിൽ വന്നാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതും, യെല്ലോ വന്നു കഴിഞ്ഞാൽ പാർഷ്യലി ബ്ലോക്ക്ഡ് ആണെന്നും, അതുപോലെ ഗ്രേ കളർ ആണെങ്കിൽ അപ്പൊ തന്നെ ആക്ഷൻ എടുക്കേണ്ടതില്ല, സാവധാനം എടുത്താൽ മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അവിടെ ഒരു കളറും കാണിക്കുന്നില്ല എന്നാണെങ്കിൽ, നോ ആക്ഷൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, അത് എല്ലാം കൊണ്ടും സേഫ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം ഇനി മുതൽ നോട്ടീസസ് എന്നുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് യൂട്യൂബ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു സെക്ഷൻ കാണാത്തത്. രണ്ടാമത്തേത്, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു സംശയം, സാധാരണ കണ്ടന്റ് എന്നുള്ള ഒരു ടാബ് എടുക്കുമ്പോൾ റെസ്ട്രിക്ഷൻസ് എന്നുള്ള ഭാഗം പോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ഓഫ് അത് കാണാമായിരുന്നു ആ ഒരു ഗ്രീൻ കളറിൽ. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല എന്ന് കുറെ പേര് പറയുന്നുണ്ട്. അതും ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാണാത്തത്. യൂട്യൂബ് പറയുന്നത് ഈ ഭാഗം ഇങ്ങനെ അപ്ഡേറ്റ് ആയതുകൊണ്ട് അത് അവിടെ വരാത്തതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഏൺ ടാബും അതുപോലെ എസ്റ്റിമേറ്റഡ് റവന്യൂ, അതുപോലെ വീഡിയോക്കുള്ളിൽ പോയി കഴിയുമ്പോഴൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്ത്, കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് പുതിയ അപ്ഡേറ്റുകൾ വന്നതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. പകരം പുതിയൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. മോണിറ്റൈസേഷന്റെ ഈ ഒരു ഓണ് ആ ഒരു ഗ്രീൻ കളറിൽ വരുന്നതിന് പകരം ഇപ്പൊ എന്താണ്, ആ വീഡിയോയിൽ നിന്ന് എത്ര റവന്യൂ കിട്ടി എന്നുള്ളത് ഇപ്പൊ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കാണാത്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പേര് പലതും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മോണിറ്റൈസേഷന് എന്തെങ്കിലും സംഭവിച്ചോ, മോണിറ്റൈസേഷൻ പോയോ എന്നുള്ളതൊക്കെ. നിങ്ങളുടെ മോണിറ്റൈസേഷൻ പോയതല്ല, എല്ലാവർക്കും ഈ രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.